നാട്ടിലൊരു 200 രൂപ. പക്ഷേ ഇവിടെ 4 ഫ്ലോർ ഉണ്ട്. ഓരോ ഫ്ലോറിലും ഏകദേശം 30ഓളം ബെഡ്സ് ഉണ്ട്. അതിൽ ഫീമെയിൽസിന് സെപ്പറേറ്റ് റൂമുണ്ട്. ഗൈസ്, ഞാനിപ്പോൾ എൻ്റെ പഴയ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്. ഈ വീഡിയോ കുറച്ച് സ്ലോ മോഷനായി പോയി, അതുകൊണ്ട് സൗണ്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എൻ്റെ പഴയ റൂം ഞാൻ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത് ഞാൻ ചെക്ക് ഔട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ പുതിയൊരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹോസ്റ്റലിലോട്ട് മാറുകയാണ്. അവിടെ മാത്രമേ എനിക്ക് വൈഫൈ കിട്ടുന്നുള്ളൂ. വൈഫൈ കിട്ടും, അതുപോലെ എനിക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനും പറ്റും. വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് കുറച്ച് ടാസ്ക്കാണ്. കുറേ ആൾക്കാരുണ്ടാകും. ഡോർമെറ്ററിയാണ് ബുക്ക് ചെയ്ത്. ജസ്റ്റ് 200 രൂപയുള്ളൂ ഡോർമെറ്ററി ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആക്ച്വലി അതിന് ഹോസ്റ്റൽ എന്നാട്ടോ പറയുക. അപ്പോൾ ഹോസ്റ്റൽ ബുക്ക് ചെയ്യാൻ ആർക്കെങ്കിലും അറിയുന്നില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ബുക്ക്. ആർക്കെങ്കിലും ഹോസ്റ്റൽ ബുക്ക് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സിമ്പിളാണ്. നിങ്ങൾ ലോകത്ത് എവിടെ പോവുകയാണെങ്കിലും ഒട്ടുമിക്ക എല്ലാ സിറ്റിയിലും നിങ്ങൾക്ക് ഈ 2 വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഹോട്ടൽ ബുക്കിംഗ് ചെയ്യാൻ പറ്റും. ഹോസ്റ്റൽ കണ്ടെത്താൻ പറ്റും. ഒന്ന് അഗോഡ, രണ്ടാമത് booking.com. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, അതിൽ agoda.com എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതേപോലൊരു ഇൻ്റർഫേസിൽ വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാങ്കോക്ക് സിറ്റിയിലാണ്. അപ്പോൾ ബാങ്കോക്കിൽ നിന്ന് എനിക്ക് 2 ദിവസത്തേക്കുള്ള റൂം വേണം. അപ്പോൾ ഞാനിവിടെ ഡേറ്റ് കൊടുക്കുകയാണ് 18 മുതൽ 20 വരെ. അപ്പോൾ 2 ദിവസത്തേക്ക് ഞാൻ ശരിക്കും 1 ദിവസം നിൽക്കുന്നുള്ളൂ. പിന്നെ എന്തിനാ 2 ദിവസം? ഓക്കെ, 18 മുതൽ 19 വരെ. അപ്പോൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മളവിടെ റൂം 1 എന്ന് കൊടുക്കുക, അഡൽട്ട് 1 എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോ പ്രൈസിലുള്ള കാണാൻ പറ്റൂ കേട്ടോ. അതൊന്നും നോക്കാതെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു എമൗണ്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇത് ഇവിടെ ഒരു ഹോസ്റ്റലുണ്ട്, പോളി ഹോസ്റ്റൽ. നമുക്ക് ഹോസ്റ്റൽ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഓൾറെഡി പോളി ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ പറയുന്നത്. ഹോസ്റ്റലിൻ്റെ പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കുഴപ്പമില്ലാത്തൊരു ഹോസ്റ്റലാണ്. അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നൊരു ഹോസ്റ്റലാണ്. എന്തായാലും പോകുന്ന സമയത്തും കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്ന്. കുഴപ്പമില്ലാത്ത റൂം, നമുക്കൊരു പ്രൈവറ്റ് റൂം കിട്ടും. പ്രൈവറ്റ് റൂമല്ല, ഒരു ചെറിയൊരു സ്പേസ് കിട്ടും. ഓക്കെ, ചാർജിങ് സ്ലോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ബുക്ക് ചെയ്യാൻ എങ്ങനെയാണ്. ഇവിടെ ഏകദേശം 14 ഡോർമെറ്ററി ഉള്ളൊരു ബെഡാട്ടോ കിട്ടുന്നത്. അല്ല, 14 ബെഡുള്ളൊരു ഡോമെട്രി ആട്ടോ കിട്ടുന്നത്. മിക്സഡ് ആണ്. അപ്പോൾ മിക്സഡ് പ്രശ്നമല്ല. മിക്സഡ് അത് എന്തായാലും ചെറിയൊരു ഇതുണ്ടാവും, എന്താ പറയുക, സെപ്പറേഷൻ ഉണ്ടാവും. മിക്സഡ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട. അപ്പോൾ 208 രൂപയേ ഉള്ളൂ ഒരു ദിവസത്തേക്ക്. ഒരു ദിവസത്തേക്ക് 208 രൂപയേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് നമ്മുടെ പേരും നാളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിൾ പരിപാടി എന്ന് വെച്ചാൽ സിമ്പിൾ പരിപാടി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ഇങ്ങനെ കൊടുക്കാൻ പേടിയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇപ്പോൾ 208 അല്ലേ ഉള്ളൂ, 208 രൂപയല്ലേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ആ ഒരു എമൗണ്ട് നിങ്ങൾ തായ് ഭാഗത്തിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആ ഹോസ്റ്റലിൽ ചെല്ലുക. ഹോസ്റ്റലിൽ ചെന്നിട്ട് ഇത് കാണിച്ചു കൊടുക്കുക, എനിക്ക് ഈ റൂം ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ അവിടെ ക്യാഷ് പേ ചെയ്യുക. അങ്ങനെയും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ ഹോസ്റ്റലെത്തിയിട്ട് എൻ്റെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ക്യാഷ് കൊടുക്കുക. ക്യാഷ് ഏകദേശം 140 ബാത്ത് ആവുമായിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത്ര ഇല്ല, ശരിക്കും ഏകദേശം 120 ബാത്ത് മാത്രമേ ഇതിൽ കോസ്റ്റ് ഉള്ളൂ. പക്ഷേ ഇവൻ കുറച്ച് കൂടുതൽ എമൗണ്ട് വാങ്ങിയിട്ടുണ്ട്, എന്താ എനിക്കറിയില്ല. ഗൈസ്, പിന്നെ ഇത് അത്യാവശ്യം വലിയൊരു ഹോസ്റ്റലാട്ടോ. പക്ഷേ ഇതിന് സ്പേസ് കുറവാണ്. കാണുമ്പോൾ വലുതായിട്ട് തോന്നില്ല. പക്ഷേ ഇവിടെ 4 ഫ്ലോർ ഉണ്ട്. ഓരോ ഫ്ലോറിലും ഏകദേശം 30ഓളം ബെഡ്സ് ഉണ്ട്. അതിൽ ഫീമെയിൽസിന് സെപ്പറേറ്റ് റൂമുണ്ട്. റൂമല്ല, ഇതുപോലെ തന്നെ ബെഡ് സ്പേസ് ഉണ്ട്. പക്ഷേ ബാക്കിയൊക്കെ മിക്സഡാണ്. മെയിൽസിന് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കിട്ടുന്നില്ല. പക്ഷേ വലിയ സീനൊന്നുമില്ല. നമ്മൾ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുന്നതല്ലേ, ഇന്ത്യൻ റെയിൽവേ കംപ്ലീറ്റ് മിക്സഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ തോന്നലൊന്നും വേണ്ട കേട്ടോ. അത്രയും ആൾക്കാരുണ്ടാവില്ലേ. പിന്നെ അത്യാവശ്യം നല്ല ലാഭമുള്ള പരിപാടിയാണ്. ഓരോ റൂമിനും ഏറ്റവും ചെറിയ പൈസ എന്ന് പറയുന്നത് ഏകദേശം ഒരു ബെഡിന് 140 ബാത്താണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, പേ അറ്റ് ഹോട്ടലാണെങ്കിൽ 140 ബാത്താണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു 300 രൂപയാണ് ഒരു ദിവസം വരിക. സെയിം ടൈമിൽ നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 100 ബാത്ത് 90 ബാത്ത് ഒക്കെ മതി. എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ നാട്ടിലൊരു 250 റുപ്പീസ് അത്രത്തോളമൊക്കെ ആവുന്നുള്ളൂ. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ബാങ്കോക്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഹോസ്റ്റലിൻ്റെ ലൊക്കേഷൻ ഞാൻ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. പിന്നെ ഇവിടെ റിവ്യൂസൊക്കെ കുറവാണ്. കാര്യം എൻ്റെ കേസിൽ എനിക്ക് ജസ്റ്റ് ഇവിടെ സ്റ്റേ ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ഉറങ്ങിയാൽ മാത്രം മതി, വേറൊന്നും വേണമെന്നില്ല. പിന്നെ വൈഫൈ കിട്ടും, വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സിമ്പിളായിട്ട് നടക്കുന്നുണ്ട്. കുറച്ച് തിരുമ്പാനും കുടിക്കാനൊക്കെ ഉണ്ട്. ആകെയുള്ളൊരു സ്പേസ് ഇതാട്ടോ. കേസപ്പോൾ ഒന്ന് കുളിച്ചു തിരുമ്പി ചിക്കിട്ടായിരുന്നു. മേസി പിന്നെ എൻ്റെ ഷൂസ് ഉണ്ട്. കൽക്കട്ടയിൽ നല്ല ഷൂസ് ഇല്ലേ, അതും കൂടെ ഉണക്കാൻ വെച്ച്. പിന്നെ ഇവിടെ ഒന്നാമത് ആൾക്കാരങ്ങനെ താമസിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ആരെയും വന്നാൽ കൊടുക്കും, വന്നാൽ അതൊക്കെ എടുത്ത് താഴോട്ട് കൊണ്ടുവരും. ഓ, ആ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും.
ഞാനിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ, ഒന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഉച്ചക്കൊന്നും കഴിച്ചിട്ടുമില്ല. പിന്നെ 5 മണിയായി, ഇതുവരെ ഷോപ്പൊന്നും ഓപ്പൺ ആയില്ല. കരിമ്പ് ജ്യൂസ് 50 ഓക്കെ. ഇപ്പോൾ ഇവിടെ ഷവർമ ഇട്ടു കേട്ടോ. ഞാൻ ഇപ്പോൾ ഷവർമ ആവുന്നുണ്ട്. ചിക്കനാണ്, റൈസ് ഇതാ ഇവിടെ എഴുതി. ബീഫാണെങ്കിൽ 120, ചിക്കൻ ആണെങ്കിൽ 60 എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു 125. നല്ല സൈസ് ഉണ്ട് കേട്ടോ, നാട്ടിലത്തെ പോലെ അല്ല. എക്സ്ട്രാ ഒരു ഇലമേ ഇരിക്കാനായിട്ട് ചെറിയ ടേബിൾ. ഞാനിപ്പോൾ ഇത് ഓർഡർ ചെയ്തു കേട്ടോ, എന്തോ പാട്ടായി ചിക്കൻ ഇത് ചെറിയൊരു ഫുഡ് കേട്ടോ. പക്ഷേ 70 ബാത്തുണ്ട്. എന്ന് വെച്ചാൽ നാട്ടിലൊരു 200 രൂപ. ഞാൻ അത്ര നമുക്ക് ഉണ്ടോ, പിന്നെ ഇവിടെ എത്തിയല്ലേ കഴിച്ചേക്കാന്നുള്ള ഇതിൽ മാത്രം കേട്ടോ കഴിക്കുന്നത്. സ്ഥലം കഴിക്കുന്നത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മസാലയൊക്കെ ആഡ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവരങ്ങനെ തിന്നാൽ വലിയ രസമൊന്നുമില്ല. ഈ ജ്യൂസ് കുടിച്ച് കുത്തിരിക്കുക കേട്ടോ ഇവിടെ. 50 ബാത്ത്, നാട്ടിലെ 125. പിന്നെ ഒരു മെയിൻ കാര്യം എന്താ അറിയാമോ, ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ യാത്ര കണ്ടാൽ നിങ്ങൾക്കറിയാം, നല്ലോണം ഒരു സ്പോട്ടിൽ പോയിട്ട് അവിടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു പരിപാടി ഞാൻ ചെയ്യുന്നില്ല തീരെ. മെയിൻ കാര്യം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഇതുകൊണ്ട് യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല. ഇപ്പോൾ ഭൂട്ടാൻ വരെ നമ്മൾ ഒരു വീഡിയോ ചെയ്തല്ലോ, ഏകദേശം 1450 രൂപക്ക് പോയി വരാമെന്ന്, അല്ല പോവാമെന്ന് വീഡിയോ ചെയ്തല്ലോ. ശരിക്കും അങ്ങനെ പോകുന്നത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെടില്ല. പല ആൾക്കാർ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് അയക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് അതിൽ വേറൊരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മളങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടി എന്നുള്ള ഒരു സംഭവം നമുക്ക് തോന്നും. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ആ ഒരു സംഭവം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ തായ്ലൻഡ് വന്നിട്ട് വരികയാണെങ്കിലും, ഞാനിപ്പോൾ ഇതിന് മുമ്പും ബാങ്കോക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പട്ടായ വിസിറ്റ് ചെയ്തിട്ടില്ല. പട്ടായ പോയില്ല, അതുപോലെ പുക്കറ്റിൽ പോയില്ല, അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ഞാൻ പോയിട്ടില്ല. ജസ്റ്റ് ബാങ്കോക്ക് വരിക, ഇവിടെ മാക്സിമം കുറച്ച് സ്ഥലങ്ങളിലൂടെയൊക്കെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ തേരാവാരം നടക്കുക. അതുപോലെ ചില സ്ഥലങ്ങളിൽ പോവുക, ഫോട്ടോ എടുക്കുക. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് മെയിനായിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കുറേ കമൻറ്റ്സ് വന്നുകൊണ്ട് പറയാണ്, എൻ്റെ യാത്ര കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ ബാങ്കോക്കിലേക്ക് പോവുക, ബാങ്കോക്ക് പോയിട്ട് അവിടെ വെറുതെ തേരാപാരം നടക്കുക. അതിൽ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിൽ, ഇപ്പോൾ ലോക്കൽ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അതിലൊക്കെ സെപ്പറേറ്റ് ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ചില ആൾക്കാർക്കെങ്കിലും ആ ഒരു യാത്ര നല്ലോണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഞാനിപ്പോൾ ഫസ്റ്റ് യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 60% മാത്രമേ യാത്രയോടുള്ളൊരു ഇഷ്ടമുള്ളൂ. ബാക്കി 40% യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ ചാനൽ അങ്ങനെ വൈറലാവുന്നതാവുന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഏകദേശം 2 കൊല്ലം മുമ്പേ ഞാനിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇതുവരെ അതിനൊരു ഗ്രോത്ത് ഉണ്ടായില്ല. എന്നിട്ട് പോലും ഇപ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുന്നത്, ഇപ്പോൾ എനിക്ക് ഏകദേശം അത്യാവശ്യം നല്ലൊരു 90% ട്രാവലിനോടുള്ള ഒരു ഇഷ്ടമാണ്. പിന്നെ 10% ആണ് ഞാൻ യൂട്യൂബിൽ നിന്ന് കാണുന്ന വരുമാനം. അത് എക്സ്പെക്റ്റേഷൻ മാത്രമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെപ്പോലെ ഒരാൾ വിലയിരുത്തുന്നത് ഇപ്പോഴത്തെ കേസിൽ, ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ കേസിലാണെങ്കിൽ കൂടുതലും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയിട്ടാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയാൽ മനസ്സിലാവും ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ എങ്ങനെ യാത്ര ചെയ്യുന്ന നേരം അവിടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. വീഡിയോസും അല്ല, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഞാൻ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഈ പറയുന്ന ഫോട്ടോസ് കാര്യങ്ങളോ ഇങ്ങനെ അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ അതിൽ കുറേയൊക്കെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ കാണാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. കാര്യം നമുക്ക് കുറച്ചെങ്കിലും ഒരു വാല്യൂ നമ്മൾ സൈഡിൽ കൂടെ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇനി അത് കുഴപ്പമില്ല, ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് നടന്നാൽ പോലെ എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ നമുക്ക് നടക്കാം, പ്രശ്നമൊന്നും ഒന്നാണ് ഇവിടെ. റബ്ബർ ബാൻഡ് പോലെ ഇരിക്കുന്നുണ്ട്, 2 എണ്ണം സീ കളറിലെ അതിൽ വേണം കേട്ടോ.
ചപ്പച്ചപ്പാൻ തിരിച്ച് റൂമിലെത്തിട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഫുള്ള് ഇവിടെ താമസിക്കുന്നവർ കണ്ടോ, ലഗേജ്